തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 Mobile 9037 917 916. വാർത്തകൾ വിശദമായി. വൈദ്യുതി ചാർജ് വർധനവ് ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. പോരാട്ടങ്ങൾ കനക്കട്ടെ, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, മുന്നേറ്റ മുന്നേറുന്ന സംഘീയിടത് ഭരണത്തിനെതിരെ, സംഘീയിടത് ഭരണത്തിനെതിരെ പോരാട്ടങ്ങൾ കനക്കട്ടെ, പോരാട്ടങ്ങൾ കനക്കട്ടെ, പോരാട്ടങ്ങൾ കനക്കട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, പിണറായിയുടെ ഭരണത്തിൽ, പിണറായിയുടെ ഭരണത്തിൽ. വൈദ്യുതി ചാർജ് വർധനവിലൂടെ ഇടത് സർക്കാർ സാധാരണക്കാരെ ഷോക്കടിപ്പിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനിയിൽ പറഞ്ഞു. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലം സാധാരണ ജനങ്ങൾ ചുമക്കുകയാണ്. അഴിമതിയും ധൂർത്തിനും വേണ്ടി സർക്കാർ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 215.51 കോടി രൂപ ഇപ്പോൾ വൈദ്യുതി ലാഭമാണ്. ഈ ലാഭം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള വൈദ്യുതി ചാർജ് പിൻവലിക്കണം ഇവിടുത്തെ ഗവൺമെന്റ് എന്നുള്ളതാണ്. ഈ വൈദ്യുതി ചാർജ് മാത്രമാണോ? നമ്മൾ 2 ദിവസം മുമ്പാണ് മാവേലി സ്റ്റോറിൽ സാധാരണഗതിയിൽ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അതിൻ്റെ വില കുറച്ചു വരുന്നതിന് വേണ്ടിയാണ് റേഷൻ ഷോപ്പുകളും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളും സ്റ്റോറുകളും ഒക്കെ ഗവൺമെന്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1 കിലോ അരിക്ക് 25 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 29 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 6 സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത്. അതിൽ പഞ്ചസാരയുടെ വിലയുണ്ട്, അതുപോലെയുള്ള മല്ലിയുടേതും മുളകിൻ്റെ തുടങ്ങിയുള്ള സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ തൊട്ട മുഴുവൻ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പോയിരിക്കുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് ചെല്ലുമ്പോഴോ കടയിൽ ഇത്തരം സാധനങ്ങളൊന്നും കിട്ടാനില്ല എന്ന് മാത്രമല്ല, ആ കിട്ടുന്ന സാധനങ്ങൾക്ക് മുഴുവൻ തന്നെ വർദ്ധിച്ച രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള വില വർധനമാണ്. അവിടെ നമ്മൾ ചോദ്യം ചെയ്താലോ, ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന മറുപടി, ഇത് ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാണ്, ഇന്നലെ ഇതിൻ്റെ മാർക്കറ്റ് ഇതാണ്, അപ്പുറത്തെ കടയിൽ ഇതിൻ്റെ വില കുറവാണെങ്കിൽ അത് കുറച്ച് മുമ്പ് കൊണ്ടുവന്നതായിരിക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമാണോ? ഗ്യാസിൻ്റെ വിലയാണ് തൊട്ടടുത്ത ദിവസം വർദ്ധിപ്പിച്ചത്. ഇങ്ങനെ തൊട്ട മുഴുവൻ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണമെന്നും വർദ്ധിപ്പിച്ച വില പിൻവലിക്കണമെന്നും ഈ അവസരത്തിൽ വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ്. വൈദ്യുതി ചാർജ് വർധനവ് സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നതായും ഈ നീതികേടുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ തുടരുമെന്നും സഫീർ ഷാ പറഞ്ഞു. പരിപാടിയിൽ ആരിഫ് ചുണ്ടയിൽ, ജംഷീൽ അബൂബക്കർ, ഷാക്കിർ മോങ്ങം, സെയ്താലി വലമ്പൂർ, ഫസൽ തിരൂർക്കാട്, ജലീൽ KM, മെഹബൂബ് പൂക്കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലപ്പുറം.